പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഫെഡറേഷൻ ഓഫ് വെസ്റ്റേൺ ഇന്ത്യൻ സിനിമ എംപ്ലോയീസ് പാകിസ്ഥാൻ ആർട്ടിസ്റ്റുകൾക്ക് അനിശ്ചിതകാല വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാക് നടൻ ഫവദ് ഖാൻ നായകനായെത്തുന്ന അബീർ ഗുലാൽ എന്ന ബോളിവുഡ് ചിത്രം ഇന്ത്യയിൽ റിലീസ് ചെയ്യാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും FWICE പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ആവർത്തിച്ചുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ദേശീയ താൽപര്യത്തിനും ഐക്യദാർഢ്യത്തിനും ഞങ്ങൾക്കുള്ള അചഞ്ചലമായ പ്രതിബദ്ധത FWICE വീണ്ടും ഉറപ്പിക്കുന്നു. ഇന്ത്യൻ ചലച്ചിത്ര വിനോദ വ്യവസായത്തിലുള്ള എല്ലാ പാകിസ്ഥാൻ കലാകാരന്മാർ, ഗായകർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരുമായി നിസ്സഹകരണം ആവശ്യപ്പെടുന്ന 2019 ഫെബ്രുവരി 18 പ്രഖ്യാപിച്ച നിർദ്ദേശം ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. FWICE പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നതിങ്ങനെ: ഞങ്ങളുടെ സംഘടനയിലെ അനുബന്ധ സംഘടനകളിലെ അഭിനേതാക്കൾ, സംവിധായകർ, നിർമ്മാതാക്കൾ, മറ്റ് സാങ്കേതിക വിദഗ്ധർ എന്നിവർ പാകിസ്ഥാനിലെ ആർട്ടിസ്റ്റുകളുമായി സഹകരിച്ചാൽ അവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. RDS ബാഗ്ദി സംവിധാനം ചെയ്യുന്ന അബീർ ഗുലാലിൽ ഫവദ് ഖാൻ, വാണി കപൂർ എന്നിവരാണ് പ്രധാന വേഷം ചെയ്യുന്നത്. പഹൽഗാം ആക്രമണം ഇന്ത്യയെ നടുക്കിയിരിക്കെ വാണി കപൂർ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തതിൽ നടിക്ക് നേരെ വ്യാപക വിമർശനം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ഇതോടെ സിനിമയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ നടി നീക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. മെയ് 5-നാണ് അബീർ ഗുലാം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ റിലീസ് അനിശ്ചിതത്വത്തിലാണ്. ഏദിൽ ഹെ മുഷ്കിൽ, കപൂർ ആൻഡ് സൺസ് എന്നീ സിനിമകളിലൂടെ ഇന്ത്യയിൽ വൻ ജനശ്രദ്ധ നേടിയ നടനാണ് ഫവദ് ഖാൻ. വലിയ അവസരങ്ങൾ നടനെ തേടി ബോളിവുഡിൽ നിന്നും വന്നു. എന്നാൽ 2016 ഉറി ആക്രമണത്തിന് ശേഷം പാക് താരങ്ങൾക്ക് ഇന്ത്യൻ സിനിമ അസോസിയേഷനുകളിൽ വിലക്ക് പ്രഖ്യാപിച്ചു. വർഷങ്ങൾക്കിപ്പുറം ബോളിവുഡിലേക്ക് തിരിച്ചെത്തിയിരിക്കെ പഹൽഗാം ആക്രമണം വന്നു. പഹൽഗാം ആക്രമണത്തെ നടൻ അപലപിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ മുൻനിര നായക നടനാണ് ഫവദ് ഖാൻ.